എൻ്റെ പേര് ദിയ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുടയിലാണ് പഠിച്ചത്. തേർഡ് ഇയറിൽ തന്നെ ഞാൻ ജാമും CUT ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര നല്ല റിസൾട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്യുന്നത് വളരെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ബെൻസിലായിരുന്നു എൻ്റെ ഓപ്ഷൻ. കാരണം ഞാൻ സീനിയേഴ്സിൽ നിന്നും സൂപ്പർ സീനിയേഴ്സിൽ നിന്നും ഫസ്റ്റ് ഇയർ മുതലേ ബെൻസിലിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. സോ ബെൻസിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ചോയ്സ്. ഓൺലൈൻ ബാച്ച് ചൂസ് ചെയ്താൽ ഞാൻ അത്ര നന്നായിട്ട് പഠിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ ഓഫ്ലൈൻ ആയിരുന്നു ചൂസ് ചെയ്തിരുന്നത്. ഇൻഫാക്ട് ബെൻസിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റൽ എക്സ്പീരിയൻസ്. ഇവിടെ വന്നതിന് ശേഷം ക്യാമ്പസ് ആയാലും റൂംമേറ്റ്സ് ആയാലും എല്ലാം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കെമിസ്ട്രിയിൽ എൻ്റെ അക്കീലീസ് ഹീൽ എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. സോ അതിലൊരു ബേസ് ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല എന്ന് എനിക്കറിയായിരുന്നു. ആൻഡ് കെമിസ്ട്രിയിൽ ഒരു ബേസിക്സ് ഉണ്ടാക്കാനായിട്ട് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തത് റംഷാദ് സാറിൻ്റെയും വിഷ്ണു സാറിൻ്റെയും ക്ലാസ്സാണ്. മെൻറ്ററിങ് സെഷൻസിലായാലും അല്ലാതെ ജസ്റ്റ് സംസാരിക്കാനാണെങ്കിലും ഗാനാമിസ്സാണ് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഡൗൺ ആയിട്ടുള്ള സമയത്തെല്ലാം മിസ്സാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും പഠിക്കാനായിട്ട് എനിക്കൊരു ഊർജ്ജം തന്നിട്ടുള്ളത്. എൻ്റെ മെയിൻ ഫോക്കസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആയിരുന്നു. എക്സാമിനോടടുത്ത് നടത്തിയ ടെസ്റ്റ് സീരീസിലൊക്കെ എൻ്റെ നോളജ് ലെവൽ എത്രത്തോളമാണ് എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് ഉണ്ടാക്കി തരാനായിട്ട് പറ്റി. ബെൻസിലിൻ്റെ ഗൈഡൻസിലൂടെ ജാം എക്സാമിന് മാത്രമല്ല ഗേറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനും TIFR ഹൈദരാബാദിൻ്റെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആവാനും എനിക്ക് സാധിച്ചു. ഈ വർഷത്തെ ജാം എക്സാമിന് എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 33 ഉണ്ടായിരുന്നു. കെമിസ്ട്രിയിൽ ഒരു സോളിഡ് ബേസ് ഉണ്ടാക്കി കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്ലിയർ ചെയ്ത് കെമിസ്ട്രിയിൽ തന്നെ കരിയർ ഡെവലപ്പ് ചെയ്യലാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ബെൻസിൽ ഒരു ഗുഡ് ഓപ്ഷനാണ്.